KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ഇന്ന് സ്ഥാനമേൽക്കും. രാവിലെ 9:30 മണിക്കാണ് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ഈ ചുമതലയേൽക്കൽ ചടങ്ങൊക്കെ നടക്കുക. KC വേണുഗോപാൽ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹാൻസ് ജോൺ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. ഹാൻസ്, അങ്ങനെ ഒരുപാട് നാളത്തെ അനിശ്ചിതത്വത്തിനും വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് K സുധാകരൻ മാറി സണ്ണി ജോസഫ് വരുന്നത്. ഇന്നിപ്പോൾ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഇന്ദിരാഭവൻ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ? നേതാക്കളൊക്കെ വന്നു തുടങ്ങിയോ? എപ്പോഴാണ് ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്? പറയാം ഹാൻസ്. ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും KPCCനെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതു തുടക്കത്തിനാണ് ഇന്ന് ആരംഭം കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ നിയുക്ത സംഘം തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അതിനോടൊപ്പം തന്നെ UDF കൺവീനറായിട്ട് ചുമതലയേൽക്കുന്ന അടൂർ പ്രകാശ് MP, വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ, അതിനോടൊപ്പം തന്നെ PC വിഷ്ണുനാഥ്, എല്ലാവരും തന്നെ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിക്കാണ് KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ ചടങ്ങ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അതിന് മുന്നോടിയായി ഒരു 9:15 മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണിയുടെ വസതി ഇവരെല്ലാവരും സന്ദർശിക്കുമെന്ന ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും സ്ഥാനം ഏറ്റെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് KPCC ആസ്ഥാനത്തേക്ക് എല്ലാവരും ചെല്ലുക. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് KC വേണുഗോപാൽ MP ആണ്. അതിനോടൊപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റ്, ഇപ്പോൾ സ്ഥാനം നൽകുന്ന KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കും. അതിനോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം നാളെ ഡൽഹിയിലേക്ക് സണ്ണി ജോസഫ് യാത്രയാകും. അതിനുശേഷം മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെല്ലാം നേരിട്ട് കണ്ട് മറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് പോകും. എന്തായാലും പുതിയ ടീമിനെ എല്ലാവരും മുതിർന്ന നേതാക്കളെല്ലാം വിശേഷിപ്പിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റുകളുടെ ടീം എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ നിരവധി കടമകളുണ്ട്. ആദ്യം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ MLAയിലൂടെ ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ സംഘത്തിനെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ പുതിയ സംഘത്തെ കാത്ത് വലിയ വലിയ കടമ്പകൾ അല്ലെങ്കിൽ ഘട്ടങ്ങളാണ് ഇനി നിലനിൽക്കുന്നത്. സേതു.